ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഈ ആംനെസ്റ്റി എന്നുള്ള കഥയിലെ മറ്റൊരു ഭാഗത്തേക്ക് പോവുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഇയാൾ ജയിലിൽ നിന്ന് വരാൻ വേണ്ടി പോവുകയാണ് അല്ലേ? ആ സമയത്ത് ഇവർക്ക് വേണ്ടി മറ്റൊരു വീട് നിർമ്മാണത്തിലുള്ള കാര്യത്തിലാണ് ഇവർ ഏർപ്പെട്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ഇനി നെക്സ്റ്റ്, വി വർ നോട്ട് ഷുവർ വാട്ട് ഡേ ഹി വുഡ് അറൈവ്. വി ഓൺലി ഹേർഡ് ഓൺ മൈ റേഡിയോ ഹിസ് നെയിം ആൻഡ് ദ നെയിംസ് ഓഫ് സം others who were released. Then at the Indian store, I noticed the newspaper, The Nation, written by black people, and on the front a picture of a lot of people dancing and waving. I saw at once it was at the ferry. Some men were being carried on other men's shoulders. I could not see which one was him. We were waiting. The ferry had brought him from the island, but we remembered Cape Town is a long way from us. അങ്ങനെ പിന്നെ എന്ത് ചെയ്യാണ്, ഒരു ന്യൂസ്, അതായത് പിന്നെ ഇവരൊക്കെ ഈ ജയിലിലടച്ച ആളുകളൊക്കെ റിലീസാക്കി എന്നുള്ള ന്യൂസ് കേൾക്കണം അല്ലേ? എങ്ങനെ കേട്ടത്? റേഡിയോയിൽ കേൾക്കണം. അദ്ദേഹത്തിൻ്റെ പേരൊക്കെ പറഞ്ഞു അല്ലേ? മറ്റുള്ള ആളുകളുടെയും പേരൊക്കെ പറഞ്ഞു, റിലീസ് ചെയ്ത ആളുകളുടെ പേരൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു ഇന്ത്യൻ സ്റ്റോറിൽ പോയപ്പോൾ ഞാൻ ന്യൂസ് പേപ്പർ കണ്ടു, ദ നേഷൻ എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ. ആ ന്യൂസ് പേപ്പറിൽ കുറേ ആളുകളെ പിക്ചർ ഉണ്ടായിരുന്നു. അന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ആളുകളുടെ അവർ ഡാൻസൊക്കെ ചെയ്യുന്ന രൂപത്തിലുള്ള പിക്ചറാണ് പത്രത്തിലുണ്ടായിരുന്നത്. പിന്നെ അവർ കൈയൊക്കെ വീശി ഡാൻസ് കളിക്കുന്ന ചിത്രം. അങ്ങനെ ചില ആളുകൾ മറ്റുള്ള തൂളിലൊക്കെ കയറിയിട്ടുണ്ട്. ആ രീതിയിലുള്ള ചിത്രമാണ് ഞാൻ കണ്ടത്. ഐ സോ അറ്റ് വൺസ് ഇറ്റ് വാസ് ദാറ്റ് ഫെറി. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണ് ആ സ്ഥലം എവിടെയാണ്, ഇവർ ഡാൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ ഇവരെ സന്തോഷം പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലം ആ ഫെറി ആണെന്ന് എനിക്ക് മനസ്സിലായി. അതിൻ്റെ കാര്യം എന്താണ്, ഈ ഫെറിയുടെ ഭാഗത്തേക്ക് ഇവർ നേരത്തെ പോയിണ്ടല്ലോ അല്ലേ? ഈ ഫെറിയുടെ ഭാഗം ഇവർ കണ്ടതുകൊണ്ട് അവർക്കറിയാം ഇത് എവിടെയാണ്, ഈ പിന്നെ ആ ഏരിയ, ആ ഭാഗമാണെന്നുള്ള ഫോട്ടോ തന്നെ എനിക്ക് മനസ്സിലായി. സം മെൻ വർ ബീങ് ക്യാരിഡ് ഓൺ ദിസ്, മറ്റുള്ളവർ തോളിലാണല്ലേ? ഐ കുഡ് നോട്ട് സീ. അപ്പോൾ എനിക്കതിൽ കാണാൻ കഴിഞ്ഞില്ല ഇയാൾ എവിടെയാണ് എന്നുള്ളത്. എന്തില്ല, എനിക്ക് അതിൽ കാണാൻ സാധിച്ചില്ല എന്ന് പറയണം. അപ്പോൾ ഈ ഫോട്ടോയിൽ ഇയാൾ, അതായത് വ്യക്തമല്ലാത്തൊരു ഫോട്ടോ ആകാം അത്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ആ ഫോട്ടോയിൽ എവിടെയാണ് ഇയാളുള്ളത് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. സോ മെൻ വർ ബീങ് ക്യാരിയഡ്, വി വർ വെയിറ്റിംഗ്. പക്ഷേ എനിക്ക് കാത്തു നിൽക്കുക എന്നുള്ള എൻ്റെ മുമ്പിലുള്ള വഴി. ദ ഫെറി ഹാഡ് ബ്രോട്ട് ഹിം ഫ്രം ദ ഐലൻഡ് ബട്ട് വി റിമെമ്പേർഡ് കേപ്പ് ടൗൺ ഈസ് ലോങ്. പക്ഷേ ഒരു കാര്യം മാത്രമേ എനിക്കറിയാം, എന്തായാലും ഇനി റിലീസായിട്ടുണ്ടെന്നറിയാം, പക്ഷെ എന്തായാലും വീട്ടിലെത്തണമെങ്കിൽ സമയം എടുക്കും. കാരണം ആ കേപ്പ് ടൗണിൽ നിന്ന് ഇങ്ങോട്ടെത്താൻ കുറച്ച് ദൂരമുണ്ട്, ട്രെയിനൊക്കെ കയറി വരണമല്ലോ. Then he did come. അങ്ങനെ ഒരു ദിവസം അയാൾ വന്നു. Once on a Saturday, no school, so I was working with my mother, hoeing and weeding around the pumpkins and mealies. My heart that I meant to keep nice tied in an old twig. A convict came over the veld and his comrades had brought him. I want to run away and wash, but he stood there stretching his legs, calling, "Hey, hey," with his comrades making a noise around him, and my mother started shrieking in the old style, "Hey," and my father was clapping and stamping towards him. അങ്ങനെ അദ്ദേഹം വരുന്ന രംഗം പറയണം അല്ലേ? ഒരു വലിയ വാഹനത്തിലാണ് അവർ വന്നിറങ്ങിയത്. അയാൾ കൂടെ മറ്റുള്ള അയാളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അന്നേരം ഞാൻ ശനിയാഴ്ചയാണ്, സാറ്റർഡേ ആണ്, സ്കൂളില്ലാത്ത ദിവസമാണ്. ഞാനാണെങ്കിൽ ആ തോട്ടത്തിൽ പണിയെടുക്കുകയാണ്. പിന്നെ കോമ്പിയർ വാഹനത്തിൻ്റെ പേരാണ്. അങ്ങനെ വന്നിറങ്ങി അല്ലേ? അപ്പോൾ ഞാനെന്ത് ചെയ്യാണ്, എൻ്റെ കൈ ചെളി പിടിച്ച് നിൽക്കുന്ന കൈയും കാലൊക്കെയാണ്. അപ്പോൾ അത് കഴുകാൻ വേണ്ടി ഓടുമ്പോൾ അദ്ദേഹം വിളിക്കുകയാണ്, ഹേ ഹേ അല്ലേ? നിൽക്കുന്നവന് വിളിക്കുകയാണ്. അപ്പോൾ അച്ഛനും അമ്മക്കൊക്കെ വലിയ സന്തോഷമായി ഇവരുടെ കഥാകാരിയുടെ. അങ്ങനെ അവരെന്ത് ചെയ്യാണ്, അവർ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. അച്ഛന് അയാളുടെ അടുത്തേക്ക് പോവാണ്. ഹി ഹെൽഡ് ഹിസ് ആംസ് ഓപ്പൺ ടു us. This big man in town, clothes, polished shoes, and all the time while he hugged me, I was holding my dirty hands full of mud away from him behind his back. പക്ഷെ അദ്ദേഹം എന്നെ ചേർത്ത് പിടിക്കുകയാണ്. പക്ഷേ എൻ്റെ കയ്യിലാണെങ്കിൽ നിറയെ ചെളിയാണല്ലേ, അവിടെ ജോലി ചെയ്തിരുന്ന. അതുകൊണ്ട് അദ്ദേഹത്തെ ഹഗ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ കൈകൾ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കാതെ ശ്രദ്ധിച്ചു എന്നുള്ള ബാക്കിൽ അല്ലേ? എന്താ കാര്യം, കയ്യിൽ ചളിയായതുകൊണ്ട്. ഹിസ് ടീത്ത് ഹിറ്റ് മീ ഹാർഡ് ത്രൂ ഹിസ് ലിപ്സ്. ഹി ഗ്രാബ്ഡ് അറ്റ് മൈ മദർ ആൻഡ് ഷി സ്ട്രഗിൾഡ് ടു ഹോൾഡ് ദ ചൈൽഡ് അപ് ടു ഹിം. അങ്ങനെ അമ്മയെ അദ്ദേഹം പിന്നെ എന്ത് ചെയ്യാണ്, ആശ്ലേഷിക്കാണ് അല്ലേ? എന്നെ അദ്ദേഹം എന്ത് ചെയ്യാണ്, എനിക്കദ്ദേഹം സ്നേഹചുംബനം നൽകി എന്നാണ് പറയുന്നത്. ഹി ഗ്രാബ്ഡ് അറ്റ് മൈ മദർ, എന്നെ അമ്മയെ ചേർത്ത് പിടിച്ചു. മറ്റൊരു കാര്യം, ഈ സ്ട്രഗിൾ ടു ഹോൾഡ് ദ ചൈൽഡ് അപ് ടു ഹിം, മകളെ എടുക്കാൻ അദ്ദേഹത്തിന് ശ്രമം നടത്തേണ്ടി വന്നു എന്നുള്ള കാര്യം. ഒരു പക്ഷേ കുട്ടിക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അദ്ദേഹത്തെ അല്ലേ? ഐ തോട്ട് വി വുഡ് ഓൾ ഫാൾ ഡൗൺ ദെൻ എവരി വൺ വാസ് ക്വയറ്റ്. താഴെ വീണു പോയി എന്ന് വിചാരിച്ചല്ലോ അവരിങ്ങനെ കുട്ടിയെ എടുക്കാനുള്ള ശ്രമത്തിൽ. ദ ചൈൽഡ് ഹിഡ് ബിഹൈൻഡ് മൈ മദർ.
കുട്ടി എൻ്റെ അമ്മയുടെ പിന്നാലെ പോയി ഒളിച്ചു ഇയാളെ കണ്ടപ്പോൾ. ഹി പിക്ഡ് ഹർ ബട്ട് ഷീ ടേൺഡ് ഹർ ഹെഡ് അവേ ടു ഹർ ഷോൾഡർ. ഹി സ്പോക്ക് ടു ഹർ ജെൻലി ബട്ട് ഷി വുഡ് നോട്ട് സ്പീക്ക് ടു ഹിം. അപ്പോൾ കുട്ടിയെ താല്പര്യത്തോടു കൂടി എടുക്കണം, പക്ഷെ കുട്ടിക്ക് പിന്നെ പെട്ടെന്ന് ഈ അച്ഛനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാണാത്ത ഒരാളെ പെട്ടെന്ന് വരികയാണല്ലോ. അയാൾ എന്തൊക്കെയാണ് സംസാരിക്കുന്നുണ്ട് അവളോട്, പക്ഷെ അവൾ പ്രതികരിക്കുന്നില്ല. ഷീ ഈസ് നിയർലി 6, 6 വയസ്സായിട്ടുള്ളൂ. ഐ ടോൾഡ് ഹർ നോട്ട് ടു ബി എ ബേബി. ഷീ സെഡ് ദാറ്റ്സ് നോട്ട് ഹിം. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, ഈ ചെറിയ കുട്ടിയെ പോലെ പെരുമാറില്ല, അച്ഛനല്ലേ അത് എന്നൊക്കെ പറഞ്ഞപ്പോൾ കുട്ടി പറയാണ് അത് അയാളല്ലാന്ന്. അപ്പോൾ ഇവൾ ഫോട്ടോ നേരത്തെ കണ്ടിട്ടുള്ളൂ കുട്ടി. അപ്പോൾ ഫോട്ടോയിൽ കണ്ട രൂപമായിരിക്കുമല്ലോ ഒരു പക്ഷേ അദ്ദേഹം. അപ്പോൾ കുട്ടി പറയാണ് അത് എൻ്റെ അച്ഛനല്ല, അത് അദ്ദേഹം അല്ല എന്നാണ് പറയുന്നത്. The comrades all laughed, we laughed, she ran off and he said she has to have time to get used to me. അപ്പോൾ ഈ കുട്ടി എന്തെയാണ് അവിടെ നിന്ന് ഓടിപ്പോവാണ് അല്ലേ, എൻ്റെ അച്ഛനല്ലെന്ന് പറഞ്ഞ് താഴെ വെച്ചപ്പോൾ ഓടിപ്പോയി. എല്ലാവരും ചിരിക്കുകയാണ്. ചിരിച്ച സമയത്ത് അയാൾ പറഞ്ഞു, എന്താ പറഞ്ഞത്, ഷീ ഹാസ് ടു ഹാവ് ടൈം ടു ഗെറ്റ് യൂസ്ഡ് ടു മീ. ഞാനുമായിട്ടൊന്ന് പരിചയത്തിലാകാൻ തീർച്ചയായിട്ടും അവൾക്ക് അവരുടെ സമയം വേണ്ടി വരും എന്ന് അദ്ദേഹം പറഞ്ഞു. He has put on weight, yes, a lot. You could not believe it. He used to be so thin. His feet looked too big for him. I used to feel his bones, but now that night when he lay on me, he was so heavy. I did not remember it was like that. Such a long time just trying to get stronger in prison. നേരത്തെ അദ്ദേഹം പിന്നെ കുറച്ച് തടി കുറവുള്ള ആളായിരുന്നു, പക്ഷെ ഇപ്പോൾ ജയിലിൽ വന്നപ്പോൾ തടി കൂടിയിട്ടുണ്ട് അല്ലേ. ആ ഭാരം ഞാൻ അറിഞ്ഞു എന്ന് അവർ പറയാണ്, ആ രാത്രി ഞാൻ അറിഞ്ഞു എന്ന് പറയാണ്. ആൻഡ് ഇറ്റ് ഈസ് ട്രൈങ് ടു ഗെറ്റ് സ്ട്രോങ്ങർ ഇൻ പ്രിസൺ. അത് ജയിലിൽ നിന്നാണ് കാര്യങ്ങളൊക്കെ സ്ട്രെയിഞ്ചാണ്. ലെറ്റ് ട്രൈങ് ടു ഗെറ്റ് സ്ട്രോങ്ങർ ഇൻ പ്രിസൺ. ഐ തോട്ട് ഹി വുഡ് നോട്ട് ഹാവ് ഇനഫ് ടു ഈറ്റ് ആൻഡ് വുഡ് കം ഔട്ട് വീക്ക്. സാധാരണഗതിയിൽ ജയിലിൽ നല്ല ഭക്ഷണമാണ് കിട്ടുക. അപ്പോൾ ഞാൻ വിചാരിച്ചത് അങ്ങനെയല്ല, ജയിലിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല, തടി കുറവായിരിക്കും എന്നാണ് വിചാരിച്ചിട്ടുണ്ട്. എവറി വൺ സെഡ് ലുക്ക് അറ്റ് ഹിം, ഹി ഈസ് എ മാൻ നൗ. ഇപ്പോൾ തടിക്ക് വെച്ച് ആ ഹൈറ്റിനുള്ള തടിയൊക്കെ ആയിട്ട് അദ്ദേഹം ഉണ്ട്, അപ്പോൾ ഇപ്പോൾ ഒരു ആളായിട്ടുണ്ട്, ഒരു മനുഷ്യനെ പോലെ ഉണ്ട് അദ്ദേഹം എന്ന് എല്ലാവരും പറയണം. He laughed and banged his fist on his chest. അത് കേട്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെ കൈയൊക്കെ ചുരുട്ടി പിടിച്ച് ഇങ്ങനെ സന്തോഷിച്ച് ചിരിച്ചുകൊണ്ട് അടിക്കാൻ. Told them how the comrades exercised in their cells. He would run 3 miles a day, stepping up and down on one place on the floor of that small cell where he was kept. After we were together at night, we used to whisper a long time, but now I can feel he's thinking of some things I don't know. And I can worry him with the talk. അപ്പോൾ ആ രാത്രി ഞങ്ങൾ എന്ത് ചെയ്യണം, കുറേ സംസാരിക്കണം അല്ലേ. പക്ഷേ സംസാരത്തിനിടയിലേക്ക് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, അദ്ദേഹം മറ്റെന്തോ ഓർമ്മ എങ്ങോട്ടോ പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, അയാൾ ചിന്തയിൽ മറ്റെന്തോ ഉണ്ട്. പക്ഷെ ആ ചിന്തകളെ തടസ്സപ്പെടുത്താൻ ഞാൻ എന്ത് ചെയ്തില്ല, ആഗ്രഹിച്ചില്ല. അപ്പോൾ അദ്ദേഹം ജയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്താ പറഞ്ഞത്, അവിടെ അദ്ദേഹം എക്സസൈസ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലേ, ഒരു ദിവസം 3 മൈൽ അദ്ദേഹം ഓടുന്ന കാര്യത്തെക്കുറിച്ച്, പിന്നെ അവിടെയുള്ള എക്സസൈസിനെ കുറിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നു എന്ന് പറയാം. ആൾസോ ഐ ഡോണ്ട് നോ വാട്ട് ടു സേ. പിന്നെ ഈ ചിന്തകൾക്കിടയിൽ എനിക്കെന്താണ് അദ്ദേഹത്തോട് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞിരുന്നില്ല. ടു ആസ്ക് ഹിം വാട്ട് ഇറ്റ് വാസ് ലൈക്ക് 5 years shut away or to tell him something about school or about the child. ഈ 5 വർഷം ഞാൻ തള്ളി നീക്കിയത് എന്താണെന്നതിനെക്കുറിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ അത് എങ്ങനെ തുടങ്ങും എന്നുള്ളതാണ് സംശയം അല്ലേ. എന്താണ്, കുട്ടിയെ സംബന്ധിച്ച് പറയണോ, എൻ്റെ സ്കൂളിനെ സംബന്ധിച്ച് പറയണോ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. വാട്ട് എൽസ് ഹാസ് ഹാപ്പൻഡ് ഹിയർ? നത്തിങ്. പിന്നെ ഒന്നും സംഭവിച്ചിട്ടില്ല, അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ജസ്റ്റ് വെയിറ്റിംഗ്. സംടൈംസ് ഇൻ ദ ഡേ ടൈം ഐ ഡു ട്രൈ ടു ടെൽ ഹിം വാട്ട് ഇറ്റ് വാസ് ലൈക്ക് ഫോർ മീ. ഈ 5 വർഷം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം ഒരു പക്ഷേ ഇന്ന് രാത്രി പറയണ്ട, നാളെ പകൽ സമയത്ത് എപ്പോഴെങ്കിലും പറയാമെന്ന് വിചാരിക്കണം. ഹിയർ അറ്റ് ഹോം ഓൺ ദ ഫാം 5 years. ഞാൻ തള്ളി നീക്കിയ 5 വർഷങ്ങൾ ഈ ഫാമിൽ. He listens. He is interested, just like he is interested when people from other farms who come to visit and talk to him about little things that happened to them while he was away all the time on the island. അദ്ദേഹം ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തുപോലെ മറ്റാളുകൾ അദ്ദേഹത്തോട് പല ഫാമുകളിൽ നിന്ന്, അടുത്തുള്ള ഫാമിൽ നിന്നൊക്കെ ആളുകളിൽ നിന്ന് അവരുടെ അനുഭവങ്ങൾ ഇദ്ദേഹത്തോട് പറയുന്നുണ്ട്. അപ്പോൾ ആ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം കേട്ടു നിൽക്കുന്ന പോലെ സാഹൂതം വീക്ഷിക്കുന്ന പോലെ ഞാൻ പറയുന്ന കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്നവർ പറയണം. He smiles and nods, asks a couple of questions and then stands up and stretches. ചിലപ്പം ആളുകളോട് ചില കാര്യങ്ങളൊക്കെ കേൾക്കും, തലയാട്ടും, ചിലപ്പോൾ ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കും അല്ലേ. ഇങ്ങനെയൊക്കെയായിരുന്നു അതിൻ്റെ രീതി. I say it's to show them it's enough. His mind is going back to something he was busy with before they came. പക്ഷേ അതിനിടയിലൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സങ്ങോട്ട് പോകുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ. അദ്ദേഹം ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എന്തോ ഒരു ജോലി അദ്ദേഹത്തിന് കംപ്ലീറ്റ് ചെയ്യാനുള്ള രൂപത്തിൽ അദ്ദേഹം പലപ്പോഴും
പെരുമാറുന്നൊക്കെ കാണുന്നുണ്ട്. ആൻഡ് വി ഫാം പീപ്പിൾ ആർ വെരി സ്ലോ, വി വിൽ ടെൽ തിങ് സ്ലോലി ഹി യൂസ്ഡ് ടു. അപ്പോൾ ഞങ്ങളാണെങ്കിൽ വളരെ പതുക്കെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുക, ഒരു പക്ഷേ പതുക്കെ ആയിരിക്കും എല്ലാം ഉണ്ടാകുക എന്ന് ഇവർ പറയണം. He hasn't signed for another job, but he can't stay at home with us, we thought. After 5 years over there in the middle of the green and blue sea, so far he would rest with us a little while. The Combiosum car comes to fetch him, and he says, "Don't worry, I don't know what day I will be back." At first I asked what week. Next week, he tried to explain to me. In the movement, it is not like it was in the union, where you do your work every day, and after that you are busy with meetings. In the movement, you never know where you will have to go and what is going to come up next. അപ്പോൾ അങ്ങനെ പിന്നെന്താണ്, അയാൾ മറ്റൊരു ജോലിക്ക് വേണ്ടി സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണ്, ഹി കാൺ സ്റ്റേ അറ്റ് ഹോം വിത്ത് അസ്. പക്ഷേ ആ ജോലിക്ക് പോകുമ്പോൾ ഞങ്ങളെ കൂടെ നിൽക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ കാറ് വരും, കൊണ്ടുപോവുകയാണ്. എപ്പോഴാണ് തിരിച്ചു വരിക എന്നുള്ള ചോദ്യത്തിന് വലിയ മറുപടി ഒന്നുമില്ല. കാര്യങ്ങൾ പറഞ്ഞ് യൂണിയൻ്റെ കൂടെയാണ് പോകുന്നത്. അല്ലെ ഏത് സമയത്തും ഉണ്ടാകാം ജോലി ഭാരമുണ്ടാകാം, ജോലികൾ മുഴുകേണ്ടി വരും. അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള സമയം പറയാൻ കഴിയില്ല എന്നുള്ളതാണ് അയാളുടെ അഭിപ്രായം. വാർ ഡു യു വർക്ക് വെരി ഡേ ഇൻ ദ മൂവ്മെൻറ്റ് യു ആർ നോ. ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല അല്ലേ, എപ്പോഴാണ് വിൽ ഹാവ് ടു ഗോ ആൻഡ് വാട്ട് ഈസ് ഗോയിങ് ടു, ഇനി അടുത്തെന്ത് സംഭവിക്കും നമുക്ക് പറയാൻ കഴിയില്ല. അത് സെയിം വിത്ത് മണി, പണത്തിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ഇൻ ദ മൂവ്മെൻറ്റ് ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് എ ജോബ്. കാരണം ഇത് ജോലിയല്ല അല്ലേ, ആ യൂണിയൻ നേതാവ് കാരണം ജോലിയല്ല. അപ്പോൾ ക്യാഷ് കിട്ടുക എന്നുള്ളതൊക്കെ എപ്പോഴാണെന്ന് പറയാൻ കഴിയില്ല, കിട്ടുമ്പോൾ അയക്കുക എന്നുള്ളതാണ്. യു ഡു ഇറ്റ് ഫോർ ഓൾ പീപ്പിൾ ഹു സഫർ ബിക്കോസ് വി ഹാവൻറ്റ് ഗോട്ട് മണി, വി ഹാവൻറ്റ് ഗോട്ട് ലാൻഡ്. Look, he said, speaking of my parents, my home, the home that has been waiting for him with his child. Look at this place where the white man owns the ground and lets you squat in mud and tin huts here only as long as you work for him. അദ്ദേഹം പറയുന്ന കാര്യം, ഞാൻ പോകുന്നത് എല്ലാവർക്കും വേണ്ടിയാണ് അല്ലേ, എല്ലാവരുടെയും മോചനത്തിന് വേണ്ടിയാണ്. നോക്കൂ, ഈ ഭൂമി നമ്മുടേതാണ്, പക്ഷേ ഈ ഭൂമിയിൽ നമുക്ക് എന്തില്ല, സ്വാതന്ത്ര്യമില്ല. അതെല്ലാം കൊണ്ടുപോകുന്ന വെള്ളക്കാരാണ്. അപ്പോൾ അവരിൽ നിന്ന് മോചനം കിട്ടുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുക, സ്വന്തമായിട്ട് കാശ് ഉണ്ടാകുക, സ്വന്തമായിട്ട് ഭൂമി ഉണ്ടാകുക, സ്വന്തമായിട്ട് അതിജീവനത്തിലുള്ള മാർഗ്ഗങ്ങൾ കണ്ടെത്താൻ പറ്റുക എന്നൊക്കെ അദ്ദേഹം പറയണം. അതുകൊണ്ട് Baba and your brother planting his crops and looking after his cattle. Mama cleaning his house and you in the school without even having the chance to train properly as a teacher. The farmer owns us, he says. നോക്കൂ, നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്കെന്തില്ല, അതിന്മേൽ അധികാരങ്ങളില്ല അല്ലേ. നമ്മൾ വിളവുണ്ടാക്കുന്നുണ്ട്, മറ്റു കാര്യങ്ങൾ ചെയ്യുന്ന, പക്ഷേ നമുക്ക് അധികാരമില്ല. അപ്പോൾ ശരിക്കും ഈ പഠിച്ച ടീച്ചറാകേണ്ടതാണ്, പക്ഷേ അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് നമ്മളെ മേൽ നിയന്ത്രണങ്ങൾ ഉണ്ടായതുകൊണ്ടാണെന്ന് ഇദ്ദേഹം പറയുന്നത്. ഇതൊക്കെ പറഞ്ഞ് ഈ സ്ത്രീയെ ബോധ്യപ്പെടുത്താണ് ആര്, ഇദ്ദേഹം എന്നുള്ളത്. ഓക്കെ, സോ ലെറ്റ്സ് വൈൻഡ് അപ്പ്, ലെറ്റ്സ് സ്റ്റോപ്പ് ദ ക്ലാസ് ഹിയർ.